ഇനി നമ്മൾ അടുത്തത് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിമ്പിളായിട്ടും ഒരു ക്യൂട്ടായിട്ടും നമ്മൾ ജസ്റ്റ് ഒരു ഡ്രസ്സിങ് യൂണിറ്റ്. ഓക്കെ, ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാക്സിമം സാധനങ്ങൾ വയ്ക്കാം. കോസ്മെറ്റിക്സ് ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിറർ പുറത്ത് കൊടുത്തിട്ട്, കണ്ടാൽ ഇവിടെ മിറർ മാത്രമുള്ള പോലെ തോന്നും, പക്ഷേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൂടി നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഒരു ഡ്രോവറും. ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഇരിക്കുന്നവർക്ക് ഇവിടെ നമുക്കൊരു സ്റ്റൂളോ സംതിങ് എന്തെങ്കിലും വെച്ച് ഇരുന്ന് നമുക്കിതിനെ വളരെ വളരെ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അവർക്കത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഒരു സ്പേസിൽ നമ്മളവിടെ അത് അവർക്ക് മാക്സിമം വൃത്തിക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ആ റൂമിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ലോഫ്റ്റ് മാത്രം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ റൂമിലുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 കളറാണ് കസ്റ്റമർ ചൂസ് ചെയ്തത്. ആ 2 കളറിൽ നമ്മൾ മാക്സിമം അവർക്ക് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എങ്കിലാണ് അതൊരു യൂണിക്കായിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതിൻ്റെ കാരണം കൊണ്ട് 2 കളർ യൂസ്. ഇനി നമ്മളങ്ങനെ ഈ മാസ്റ്റർ ബെഡിൻ്റെ തൊട്ട് തന്നെ ചെറിയൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ അവർ ഓൾറെഡി ഇതിനകത്ത് കടപ്പാക്കല്ല് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് ജസ്റ്റ് കവർ ചെയ്യാൻ മാത്രമേ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളൂ. അത് വളരെ വൃത്തിയായിട്ട് നമ്മൾ അവർക്കത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമേ കളർ ചേഞ്ച് ഉള്ളൂ, ബാക്കിയെല്ലാം ഒരേ കളറാണ്. സോ ഇവിടെ നമ്മൾ ചാമ്പ്യൻ സ്റ്റീലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചാമ്പ്യൻ സ്റ്റീലിൽ HPL ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം ഉപയോഗിച്ച് നമ്മൾ അലുമിനിയത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള വാർഡ്രോപ്പും അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റും എല്ലാം നമ്മൾ കണ്ടു.